എല്ലാവർക്കും നമ്മുടെ KSST ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ സ്വാഗതം പറയത്തണ്ടേ? ഞാൻ സ്വാഗതം പറയാറില്ല, പിന്നെ വ്ലോഗല്ല വീഡിയോ ചെയ്തോറ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു എന്താ പറയാ യൂട്യൂബ് ചാനലിലോട്ട് വന്നു തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ചാൽ അച്ഛൻ നമ്മള് സീരിയസ് ആയിട്ട് ഓടിച്ചോണ്ടിരിക്കുന്നു. വണ്ടി സീരിയസ് ആയിട്ട് ഓടിച്ചോണ്ടിരുന്നു. അച്ഛന്റെ വിചാരം വണ്ടി ഓടിച്ചെന്ന് വെച്ചാൽ സീരിയസ് ആയിരിക്കണം, സൂപ്പർ കാർ ഓടിക്കണം. പക്ഷെ റിയാലിറ്റിയിൽ ഒരു വാഗനായിരുന്നു. ആയിക്കോട്ടെ. അപ്പൊ അതിലിങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് ബ്രേക്ക് ആക്സിഡന്റ് മൂന്നാമത്തെ എന്തുവാ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലിട്ട് നമ്മള് വന്നത്. നമ്മള് വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട് നമ്മൾ അത്രയും വ്യൂസ് ഒന്നും പ്രതീക്ഷിച്ചല്ല ഇട്ടത്. നമ്മള് ഫേസ്ബുക്കിലും നമ്മള് യൂട്യൂബിലും ഫേസ്ബുക്കിലും ജസ്റ്റ് ചുമ്മാ ഒരു ഫണ്ടിന് വേണ്ടിച്ചിട്ടതാ. പക്ഷേ ഒരു അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് നമുക്ക് വ്യൂസ് നല്ല രീതിയിൽ കിട്ടണമെന്ന് വന്നപ്പം നമ്മൾ വിചാരിച്ചു ഇത് ചെയ്യാറ്. ആ സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് ഒക്കെ വളരെ ക്ലാരിറ്റി കുറവാണ്. നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. കുറെ ആൾക്കാർ ലൈക്ക് ചെയ്യാറില്ലായിരുന്നു, കമന്റ് ചെയ്യാറില്ലായിരുന്നു. പക്ഷേ പിന്നും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാറുണ്ട്. അവർ ഭയങ്കര നന്ദിയുള്ള ലോകമാണ്. അപ്പം നമ്മള് എന്താ പറയാ അത്രയും വ്യൂസ് നമ്മൾ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. വ്യൂസ് ആയാലും ലൈക്സ് ആയാലും കമന്റ്സ് അത്ര എല്ലായാലും കിട്ടുന്നുണ്ട്. 5-4 കോമന്റ് കിട്ടുന്നുണ്ട്. അത് വെച്ചത് സന്തോഷം. നമ്മള് സത്യം പറഞ്ഞാൽ അത്രയും ഒരു എന്താ പറയാ അത്രയും കാര്യങ്ങള് എക്സ്പെക്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമ്മള് എന്താ പറയാ ഒരു ഡെയിലി ബേസിസ് നമ്മള് ജീവിതത്തിൽ തന്നെ ഉണ്ടാവുന്ന ആ സാധനത്തിന്റെ പേരൊക്കെ സ്വാഭാവികമായിട്ട് വരുന്ന കുറച്ച് നിത്യജീവിത സംഭവങ്ങളാണ് നമ്മൾ സത്യം പറഞ്ഞ ഇതിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ചെയ്ത മിക്ക ഷോർട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ വേർഡ്സ് ആയാലും അല്ലെങ്കിൽ ഒരു സീനായിരുന്നാലും എല്ലാം നമ്മൾ എന്താ പറയാ ഒരു ഡെയിലി വൈസ് നമുക്ക് തന്നെ കാണുന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്തത്. പിന്നെ യൂട്യൂബിൽ കയറി നമുക്ക് അറിയാവുന്നവരും ഉണ്ട്, ഇല്ലെന്നൊന്നും പറയില്ല. പക്ഷെ എങ്കിലും ഒരു 90% നമുക്ക് ഒട്ടും അറിഞ്ഞിടാത്ത നിങ്ങളുടെ സപ്പോർട്ടാണ് സത്യമായിട്ട്. നമ്മള് ഇപ്പൊ തന്നെ 90 95 ബാക്കി 5% ആരാണെന്ന് എന്റെ തൊഴിൽ. അപ്പൊ അത്ര അപരിചിതരായിട്ടുള്ള നിങ്ങൾ നമുക്ക് ഇത്രയും സപ്പോർട്ട് ആയിരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഭയങ്കര വലിയ സന്തോഷം. നിങ്ങൾ സ്ട്രെയിഞ്ചർ ഒന്നും അല്ല. നിങ്ങൾ ആരൊക്കെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് ലൈക്ക് ചെയ്തിട്ട് കോമന്റ് ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും നമ്മുടെ ഫാമിലിയുടെ പാർട്ട്. കാരണം നമ്മുടെ ചാനലിന്റെ പേര് KL60 ഫാമിലി അല്ലേ? അത് സത്യമാണ്. KL60 ഫാമിലി എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. അപ്പൊ എന്തായാലും നിങ്ങൾ ആരൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരെല്ലാരും നമ്മുടെ ഒരു ഫാമിലി പോലെയാണ്. പിന്നെ അപ്പോട്ടെ അങ്ങനെ പലതും സംസാരിച്ചോണ്ടിരിക്കുക. എന്നെ സംസാരിക്കാൻ ഞാൻ പറയട്ടെ, ഇത് തന്നെയാണ് സത്യം പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ മിക്കപ്പോഴും നമ്മുടെ ഈ എന്താ പറയാ വീഡിയോസിന് ഐഡിയ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഞാനും എൻ്റെ അനിയൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഞാനും എൻ്റെ അമ്മയുടെ ഞാനും എൻ്റെ അച്ഛൻ്റെ അമ്മ അങ്ങനെ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ കിട്ടുന്ന ചില വേർഡ്സ് കൊണ്ടാണ് നമ്മൾ ഇത്ര വലിയ ഐഡിയാസ് ഒക്കെ ഉണ്ടാക്കുന്നത് തന്നെ. ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഈ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്തത് ആരാണ്? ഞാനാണ്. അല്ല, സോ അപ്പൊ നമ്മള് എന്താ പറയാ അവസാനമായിട്ട് പറയണേ ഗൈസ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക, ഷെയറും ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി നേരുന്നു. പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി KL16 ഫാമിലി വീഡിയോ എന്ത് ചെയ്യുന്നു. നമസ്തേ.